ഹലോ കൂട്ടുകാരെ, അപ്പോഴേ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. അത് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളാണെങ്കിൽ നാസി ഏതാണ് സ്ഥലം? അഞ്ചുമലപ്പാറ. നമ്മളിന്ന് മൂന്നാമത്തെ പാറ. അങ്ങനെ മുന്നോട്ട് നമ്മളിന്നും ഒരു പാറയേറ്റത്തിന് വന്നിരിക്കുക. അഞ്ചുമലപ്പാറ എന്നാട്ടോ സ്ഥലപ്പേര്. നമുക്ക് മേളിൽ ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ പരുന്തുംപാറ അല്ല പാണ്ഡവൻ പാറയുടെ ആ ഒരു ഷേപ്പ് തന്നെയാണ്. നടക്കാനൊക്കെ ഇത്തിരി തോനെയുണ്ട്. പിന്നെ ഒരു കാട് പോലെയൊക്കെയാണ് വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് മേളിൽ ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്തായാലും നല്ല രീതിയിൽ ഞാനേ ഈ ചീനിയും എല്ലുകറിയും കഴിച്ച് അത് വയറ് നന്നായിട്ട് നിറഞ്ഞു. അതാ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ച് അത് കാരണം അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിരിയാണി കഴിച്ചിട്ടാണ് കയറിയത്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. അടുത്ത് ഞാൻ മല കയറാൻ വന്ന് പറഞ്ഞപ്പോൾ രണ്ടെണ്ണം കൂടി അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കുക. എന്തുവാണ് അവിടെ പരിപാടി നിനക്കൊക്കെ? നിനക്കൊക്കെ എന്തോ അവിടെ പരിപാടി? ഞാൻ നടന്നാണ്ട് ഇവിടം വരെ എത്തിയണ്ട. ഇവന്മാർ ഇതാ കയറി വരുന്നേ ഉള്ളൂ. നോക്ക് രണ്ടെണ്ണം. നീമാർക്ക് എന്തോ പരിപാടി? ഓക്കെ, ഇതിലേക്കൂടെ എങ്ങനെ കയറും? നാസി, നീ കയറിയിട്ട് എന്നെ പിടിച്ച് ഇല്ല, നീ കയറിയിട്ട് എന്നെ ഒന്ന് പിടിച്ച് കയറ്റുമോ? എന്നെ ഒന്ന് പിടിച്ച് കയറ്റുവോടാ? ആ, ഞാൻ കയറാൻ വഴി കണ്ടുപിടിച്ചു. നോക്കി കൂട്ടാരെ, ആ ഫുള്ള് കാടാ. നോക്കിയേ, ഫുള്ള് കാട്. കാടിൻ്റെ നടുക്ക് പാറ. അയ്യോ, ഇവിടെ കാണിട്ട് ആരെങ്കിലും തല്ലിക്കൊന്ന പോലും അറിയത്തില്ല. നല്ല പച്ചപ്പ്, പ്രകൃതി രമണീയമായ സ്ഥലം. എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാവേ. ദേ, ഇതിലേക്കൂടെ വഴിയുണ്ട്, ഇതിലേക്കൂടെ കയറും. രണ്ടിടത്തൂടെ വഴിയുണ്ടേ. ഇതിലേക്കൂടെ വഴിയുണ്ട്. നമ്മൾ ഏത് വഴി പോകും? ഞാനെന്നാ നീണം വാ, ഇതിലേക്കൂടെ കയറാ. ഞാൻ കാണിച്ചു തരാവേ കൂട്ടുകാരെ. എൻ്റെ അമ്മേ, നിങ്ങൾ ഒരുമിച്ച് പറയൂ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. കയറാ. എൻ്റെ അമ്മേ, പ്രശ്നം ആ അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും കോൺഫിഡൻസോടെ ഞാൻ പോകുന്നത് മുന്നോട്ട്. അമ്മേ, ഇതെനിക്കറിയാത്ത പറയാ. ഇങ്ങോട്ടല്ല വരണ്ട. ഇതാ ഇതിലെ വഴി കിടക്കുന്നേ. ഇത്രയും നാളും ഞാൻ മല കയറാൻ പോയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പേടിച്ച് മല കയറുന്നത് ഇപ്പോഴാണ്. വഴിയൊന്നും തെറ്റിയിട്ടില്ല. എടാ, ഇത് വെള്ളം ഒഴുകിപ്പോയ പാടാടാ. ഇത് വഴിയല്ല ഷെഹിനെ. എടാ, ഇത് വഴിയല്ലടാ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ച് മല കയറുന്നത്. ഇതാണ്ട് വഴി കിടക്കുന്നത്. അതിലല്ല, ഇതാ കിടക്കുന്ന വഴി. അതിലേ പോകാന്നോ? ഞാൻ ജീവിതത്തിൽ ഒരുപാട് മല കയറിയിട്ടുണ്ടേ. ഇതല്ല അല്ലേ? ഞാൻ അന്നേരം പറഞ്ഞില്ലേ വഴി അവിടെ കിടക്കുന്നതെന്ന്. ദാണ്ട വഴി കിടക്കുന്നത്. ഇപ്പം പൊട്ടനാണ്. ദാ വഴി കിടക്കുന്നയാ. ഇതുവഴി ആൾക്കാർ പോലും പോയിട്ടില്ല വഴി. ബാ, കമോൺ.
ഇതാ മേളിൽ ആൾക്കാരുണ്ട്, വാടാ. ആൾക്കാരുടെ സൗണ്ട് കേട്ടപ്പോൾ ഒരു സമാധാനം. അയ്യോ, ഇതാ ഒറിജിനൽ വഴിയാണ്. ഇത് വഴി ഞാൻ അന്നേരം പറഞ്ഞു. വഴി എത്തിച്ച് ബിനോയ്. ആര്? നീയാ എത്തിച്ചത്? ഞാന്. അല്ല ഞാൻ മര്യാദക്ക് ഇറങ്ങിയ ആ വഴി കയറി വാക്കി. ഏത് വഴി? ഇത് വഴി. ശരി, ഈ വഴി ഇറങ്ങിപ്പോ. ഈ വഴി ഇറങ്ങിപ്പോകുമ്പോൾ കറക്റ്റ് വഴി എത്തിയില്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മന്തി വാങ്ങിച്ചു തരും. ഉറപ്പാണല്ലേ? എത്തിയില്ലെങ്കിൽ അൽഫാമല്ല, ഷവായി. ആ എടാ, ഇവൻ കാണിക്കുന്ന വഴി എത്തിയില്ലെങ്കിൽ എനിക്ക് വഴി അറിയാം, ഞാൻ എത്തിക്കും. അപ്പം എനിക്ക് ഷവായി, വഴിയല്ല അറിയാന്ന്. മസാല ഷവായി മന്തി വേണം എനിക്ക്. തന്നെ ഒരിക്കലും പ്രായം ചെന്നവരെ കൊണ്ട് കയറരുത്. അല്ല അല്ല, ഞാൻ അത് ഉദ്ദേശിച്ചത്, നിന്റെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ, ഞാൻ അല്ലാതെ പറഞ്ഞത്. ഇതിലെ കൂടെ പ്രായമായവർക്ക് വരാൻ പറ്റും. ഏക്കെന്നെ 10-40 വയസ്സൊന്നും പറയത്തില്ല. അത് ശരിയാ. അത് വേറെ. ഇവിടെ എന്താ പറ്റി പിടിച്ചിരിക്കുന്നത്? എവിടെ അഴുക്ക് പറ്റിയത് പാറയെന്ന്. എൻ്റെ ലൈഫിൽ ഞാൻ വയസ്സായവരോട്ടേക്ക് തെള്ളി കയറ്റണം നമ്മള്. റെസ്റ്റ് കൊടുക്കുക. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. എടാ നീ പിടിക്കാടാ, നിന്നെയും കൂടി താങ്ങാൻ വയ്യ എനിക്ക്. വീട് ഞാൻ നിന്നെ തെള്ളി കയറ്റുക. പിന്നെ പിടിച്ച് താഴോട്ട് വലിക്കുന്നു. എടാ ഇരിയടാ എവിടെങ്കിലും. എടാ ഈ ഇരിക്കടാ എവിടെങ്കിലും ഒന്ന്. അയ്യോ, അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. അയ്യോ, ക്ഷമയായിരിക്കും, ക്ഷമയോട് പറ. പോണ പുല്ലെണിട്ട്. ഓ എൻ്റെ അമ്മേ, അവനിതൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഫസ്റ്റ് മലയുടെ മേളിൽ എത്തി. കണ്ടേ, കണ്ടോ, ഫസ്റ്റ് മലയുടെ മേളിൽ നമ്മളങ്ങനെ എത്തി. എങ്ങനെയെങ്കിലും ഓടിച്ചാടി പഴച്ച് കിതച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എത്തി മേളിൽ. എന്തായാലും കൊള്ളാട്ടോ. ഇതിനെ മിനി മൂന്നാർ എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. കണ്ടോ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിനെ മിനി മൂന്നാർ എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സത്യം പറഞ്ഞാൽ. കണ്ടോ, കണ്ടോ, കൊള്ളാം. ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ. പൊളി വ്യൂ, പൊളി വ്യൂ, പൊളി വ്യൂ. അവിടെ ഒരു ഫോട്ടോഷൂട്ട് സ്ഥലം നടത്താൻ പറ്റിയ സ്ഥലം ഉണ്ടോ? കണ്ട, ഇതേ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റിയ ഒരു സ്ഥലം. ഓക്കെ, ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. കണ്ട, ഇതുകൊണ്ട് ആ ആ നീ കയറ്. ഷെഹീൻ അവിടെ ഉടുതുണി ഇല്ലാതെ നിൽക്കുമോ നോക്ക്. കണ്ടോ, ഭയങ്കര പാടാണ് കേട്ടോ കയറാൻ. കുറച്ച് വരെ വണ്ടി വരത്തുള്ളൂ, ബാക്കി നമ്മൾ നടന്നു തന്നെ കയറണം. അത്യാവശ്യം പാടാണ് കയറി വരാനായിട്ട്. ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കട്ടെ.
ഇവിടെ പാറയാണ് കേട്ടോ. നല്ല കാറ്റ്, നല്ല കാറ്റ്. എൻ്റെ മൈക്ക് കൊണ്ടാ വിട്ടേക്ക് നോക്കിയേ. ഷെയ്നെ ബോഡി ഷോ കഴിഞ്ഞാ? കഷ്ടപ്പെട്ടാലേ മധുരത്തിൻ്റെ വ്യാപ്തി കൂടത്തുള്ള അറിയാമോ? ഷെഹിനെ എങ്ങനെയുണ്ടാ വന്നിട്ട്? കുഴഞ്ഞ് നീ വഴി തെറ്റിച്ച് കുഴച്ച് വരും. അതുകൊണ്ട് നല്ല സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് വരാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. വന്ന വഴിക്കെല്ലാം ഷോർട്സ് ഇടും മരങ്കാലിന്റെ ഇടയ്ക്ക്. വീഡിയോ ഞാൻ ഇത്രയും മല കയറിയിട്ട് ഇപ്പോഴാണ് ഞാൻ പേടിച്ചത്. സത്യം കാട് പോലിരിക്കുന്ന കാട് തന്നെ, ഒരു ഇതുമില്ല, കാട് ഫുള്ള്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ. വേണ്ടേ കൊള്ളാം. അമ്മേ ഞൊണ്ടി അവിടെ പോയി വീഴല്ലേ. വേണ്ടേ സൺകിസ് 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 കണ്ടല്ലോ, സൺകിസ്. ആ കൂട്ടുകാരെ ഞങ്ങൾ അഞ്ചുമലയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. ഞങ്ങളെല്ലാം കണ്ടു, റീൽസൊക്കെ കുറച്ച് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എന്താടാ? അപ്പോൾ അടുത്ത മലയിലോട്ട് മല എന്ന വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം. ഇനി മല കയറാൻ എനിക്ക് പ്രാണിയില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാം. എനിക്കില്ല പാറയുടെ മേളിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നോക്കാം കേട്ടോ. നോക്കാം എടുക്കും, ഉറപ്പാണ്. നാസി നമ്മുടെ കൂട്ടുകാരനല്ലേ. ഇത്തിരി പാടം കേട്ടോ ഇറങ്ങാൻ. ഒന്ന് ചെറുതായിട്ട് കാല് തെന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിലത്ത് പോവേ. ചെറുതായിട്ട് കാല് തന്നെയാൽ മതി, ഉറപ്പായി നിലത്ത് പോകും. ഇതാ എന്തോ ഭ്രാന്ത കാണിക്കുന്നത് നാസി. ആ എനിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നാ. ഫോട്ടോ മാസ്റ്റർ ഷെഹിൻ, മോഡൽ നാസിം. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കണ്ടേ തിരിച്ചിറങ്ങും കേട്ടോ. അയ്യോ അപ്പ ചാടിയതാ. അങ്ങനെ നമ്മൾ കണ്ട് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മേ അയ്യോ, ആഹാ കൊള്ളാലോ. കയറിയതിനേക്കാളും എളുപ്പം കേട്ടോ ഇറങ്ങാൻ. കയറിയപ്പം ഭയങ്കര പാടായിരുന്നു, ഇറങ്ങാൻ നല്ല എളുപ്പം. എമ്പേ കൊള്ളാട്ടാ. ഇഷ്ടമായി വേഷം ഇഷ്ടമായി. എന്തുവാടാ തപ്പിയെടുക്കുന്നത്? അവ എനിക്കിട്ടുള്ള പണിയാ തരുന്നേന്ന് തോന്നുന്നേ തന്നെ. ഷെഹിനെ അങ്ങനെ നമ്മൾ ഇറങ്ങുകയായി. അയ്യോ, അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തായിരുന്നു പാറയുടെ പേരും മറന്നു പോയില്ല, അഞ്ചുമലപ്പാറ. അങ്ങനെ അഞ്ചുമലപ്പാറ നമ്മൾ കണ്ട് തിരിച്ചിറങ്ങി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകാട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇത്രയും നേരത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.